ഇന്ന് പെന്തക്കോസ്ത് ഞായറാണ്. തൃത്വത്തിൽ മൂന്നാമത്തെ ആളത്വമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പകരപ്പെട്ടതായിട്ടുള്ള സ്തുതി. വിശുദ്ധ സംസർഗ ശുശ്രൂഷ ആചരിക്കുന്ന ഈ പ്രത്യേക ആരാധനയിൽ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദേവാലയത്തിൽ ആരാധന പങ്കെടുക്കുന്ന അതേ ഗൗരവത്തോടുകൂടെ ഭയഭക്തിയോടുകൂടെ ഏവരും പങ്കെടുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. തൃത്വത്തിൽ മൂന്നാമത്തെ ആളത്വമായിരുന്ന പരിശുദ്ധാത്മാവിനെ നൽകി സഭയ്ക്ക് പുതിയ ദർശനം നൽകിയ ഞങ്ങളുടെ നല്ല ദൈവമേ, ആദിമ നൂറ്റാണ്ടിൽ നിന്റെ ശിഷ്യന്മാർ ഈ ആത്മാവിൻ്റെ അതേ ശക്തിയോടുകൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് സഭയ്ക്ക് നിന്റെ ആത്മാവിനെ ആവശ്യമാണ്. വാഗ്ദത്തം ചെയ്യപ്പെട്ട ഈ ആത്മാവ് സഭയുടെ മേൽ പകരപ്പെട്ട് സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെയൊക്കെ ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വരിക നൽവരങ്ങളെ നീ തരിക ആവിയെ എന്നാരംഭിക്കുന്ന 99ാമത്തെ ഗീതം പാടാം. ലിറിക് നമ്പർ 99.
ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവിളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെളിപ്പാക്കേണമേ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറെ ഒരു കൽപ്പനയും ഇല്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹവിശ്വാസികളെ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള വചനം കേൾപ്പാനും കർത്താവിന്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനകളോടെ ഇരിക്കുന്നുവല്ലോ. ആയതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കേണ്ടതിന് സർവശക്തനായ ദൈവത്തിന്റെ കൃപ നമുക്ക് അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായി താല്പര്യമായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാലന്റെ വിശുദ്ധ വഴിയിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവരോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറവേ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെയും വീഴ്ചകളെയും ദൈവത്തിൽ നമുക്ക് വിനയമായി ഏറ്റുപറയാം. തുടർന്നുള്ള പാപസ്വീകാര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, ഞാൻ നിനക്ക് ഞങ്ങളെക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്ന ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രയാസമില്ലാതെ നടന്നിരിക്കുന്നത് ഞങ്ങൾ കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. യേശുക്രിസ്തു ഞങ്ങളുടെ സകലപാപങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെളിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരെ രക്ഷിപ്പാനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിതത്തിന്റെ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.
സത്യമായി ക്രിസ്തു കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാവഴി കേൾപ്പി. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിന് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുത്തിലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും നഗരേക്ക് തിരികെ തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്ത എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് ഞായറാഴ്ചയായിരിക്കുന്ന ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ വേദഭാഗം. സർവസൃഷ്ടിമേൽ നവജീവൻ നൽകുകയും അഗ്നിനാവാൾ ദിവ്യാത്മാവിനെ പകർന്ന് വിശ്വാസ സമൂഹത്തെ ദിവ്യജ്ഞാനത്താൽ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ജീവന്റെ ഉറവിടമായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ വ്യാപരിക്കുന്ന ക്രിസ്തു സ്നേഹത്തിൽ സർവസൃഷ്ടിയെയും നിരപ്പിന്റെ അനുഭവത്തിലേക്ക് നയിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഒന്നാമത്തെ വേദഭാഗം വായിച്ച് കേൾക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36 അധ്യായത്തിൽ 24 വാക്യം മുതൽ 36 വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പി. യെഹെസ്കേൽ പ്രവചനം 36 അധ്യായം 24 വാക്യം മുതൽ 36 വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങളെനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നിങ്ങളുടെ നിമിത്തമല്ല ഞാനിത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നടപ്പ് നിമിത്തം ലജ്ജിച്ച് നാണിക്കുവിൻ.
യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും, ശൂന്യ സ്ഥലങ്ങളെയും പണിയും. വഴിപോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെയായി തീർന്നുവല്ലോ. പാഴും ശൂന്യവുമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവയായി തീർന്നുവല്ലോ എന്ന് അവർ പറയും. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിതു, ശൂന്യപ്രദേശത്ത് നടുതല വെച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്നറിയും. യഹോവയായ ഞാൻ അരുളിച്ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഇവിടെ 1-ാം വേദഭാഗം അവസാനിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്കുള്ള പ്രത്യേക സങ്കീർത്തനം. ഇന്നത്തെ വിശുദ്ധ ആരാധനയ്ക്കായി തിരഞ്ഞെടുക്കുന്ന സങ്കീർത്തനം 29-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പേൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പേൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുകളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുകളെ തകർക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലുടിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകുന്നു, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള 2-ാം വേദഭാഗം ഇപ്പോൾ വായിച്ച് കേൾക്കാം. പെന്തക്കോസ്ത് നാളായ ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 2-ാം വേദഭാഗം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 13 വരെ. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെ എഴുതിയിരിക്കുന്ന ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർഥരും മേദ്യരും ഏലാമ്യരും മെസപ്പൊത്തോമിയയിലും യഹൂദിയയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസിയയിലും ഫ്രുഗ്യയിലും പംഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യാപ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. ഇവിടെ 2-ാം വേദഭാഗം അവസാനിക്കുന്നു. ദൈവമേ നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 19 മുതൽ 23 വരെയുള്ള ദൈവവചനം ശ്രദ്ധിക്കും. The Gospel according to Saint John, chapter 20,
verses 19 to 23. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പെന്തക്കോസ്ത് ദിനമായിരിക്കുന്ന ഇന്ന് നടത്തപ്പെടുന്ന ഈ ദിവ്യ ആരാധനയിൽ നമ്മോട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നത് നാം ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട ഏബ്രഹാം കുരുവിള അച്ഛനാണ്. അടുത്ത പാട്ട് പാടിയതിനു ശേഷം പ്രിയപ്പെട്ട അച്ഛനെ വചനഘോഷണത്തിനായിട്ട് സന്തോഷത്തോടുകൂടെ ക്ഷണിക്കുന്നു. ജ്ഞാനകീർത്തനത്തിൽ 164-ാമത്തെ കീർത്തനം പാടാം. ഹിം നമ്പർ 164, ശുദ്ധാത്മാവേ എന്നെ എന്നാരംഭിക്കുന്ന 164-ാമത്തെ കീർത്തനം. He will give me the
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ പെന്തക്കോസ് ഞായറാഴ്ച ഞങ്ങൾ അങ്ങയുടെ പാദപീഠം പല ഭവനങ്ങളിലായിട്ട് ഇരിക്കുകയാണല്ലോ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നതിനായി സ്തുതിക്കുന്നു. അങ്ങയുടെ വചനത്തിലെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനം ഞങ്ങൾക്ക് തരണമേ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനങ്ങളും അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. എഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഈ പെന്തക്കോസ് ഞായറാഴ്ചയുടെ എല്ലാ ആശംസകളും ഏവർക്കും നേർന്നുകൊള്ളുന്നു. ഇന്ന് പെന്തക്കോസ്ത് ഞായറാഴ്ചയാണ്. പെന്തക്കോസ്ത് എന്ന പദത്തിൻ്റെ അർത്ഥം 50ാമത് എന്നാണ്. ഇതിന് മറ്റൊരു പേരുമുണ്ട്, വരോത്സവം, ദ ഫീസ്റ്റ് ഓഫ് വീക്സ്. അടിമ വീടാൻ മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനം വിടുവിക്കപ്പെട്ടതിനെ ഓർക്കുന്നതായിട്ടുള്ള ആ ദിനം. ഈ ദിനം സന്തോഷത്തിൻ്റെയും സ്തോത്രാർപ്പണത്തിൻ്റെതുമാണ്. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ അത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ലേവിയ പുസ്തകം 23-ാം അധ്യായത്തിലും നമ്മൾക്ക് കാണാം. പിന്നെ പെന്തക്കോസ്ത് മോശീക ന്യായപ്രമാണം ലഭിച്ചതിൻ്റെ വാർഷിക ആചരണമായിട്ട് തീർന്നു. AD 70 യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നത് വരെ ഇത് ആചരിച്ചു പോന്നു. മൂന്നാമത് ഇന്ന് നാം 2ാം പാഠമായി വായിച്ച അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ വിവരിച്ചിരിക്കുന്ന പ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാഗ്ദത്തം ചെയ്തതുപോലെ ഒരുമിച്ച് കൂടിയിരുന്ന ശിഷ്യന്മാരുടെ മേല് അടയാളത്തോടുകൂടെ വന്നതിനെ കുറിക്കുന്നു. 1991 ഫെബ്രുവരി മാസം 7 മുതൽ 20 വരെ WCCയുടെ 7ാമത് സമ്മേളനം ആസ്ട്രേലിയയിലെ കാൻബറയിൽ നടന്നു. അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന റവറൻ ഡോക്ടർ എമിലോ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ആ സമ്മേളനത്തിൽ വെച്ച് ചെയ്ത പ്രധാന പഠന വിഷയം പരിശുദ്ധാത്മാവെ
വരണമേ, സകല സൃഷ്ടികളെയും പുതുക്കണമേ എന്നത് ആയിരുന്നു. കം ഹോളി സ്പിരിറ്റ്, റിന്യൂ ദ ഹോൾ ക്രിയേഷൻ. റവറൻഡ് ഡോക്ടർ എമിലോ കാസ്ട്രോ 1927 മുതൽ 2013 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഒരു സുപ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനും മെത്തഡിസ്റ്റ് സഭയുടെ അച്ഛനും WCCയിൽ ഏകദേശം 20 വർഷം നേതൃനിരയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു അനുഗ്രഹ വ്യക്തിത്വം ആയിരുന്നു അദ്ദേഹം. ലാറ്റിൻ അമേരിക്കയില് വിശ്വവിഖ്യാത ദൈവശാസ്ത്രജ്ഞനായ കാൽബർത്തിന്റെ വിദ്യാർത്ഥിയായിരുന്നു ഈ റവറൻഡ് എമിലോ. WCCയുടെ ചരിത്രത്തില് ആദ്യമായാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു വിഷയം 1991 പ്രധാന പഠന വിഷയമാക്കിയത്. ഇന്ന് നാം പെന്തക്കോസ്ത് പെരുന്നാളായി കൊണ്ടാടുകയാണ്. യഹൂദന്മാരുടെ 3 പെരുന്നാളുകളിൽ ഒന്നാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ഇത് അവരുടെ വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്. കൊയ്ത്ത് ആരംഭിച്ച് 7 ആഴ്ചകൾക്ക് ശേഷം ഉള്ള 50-ാം ദിനമാണ് ഈ പെരുന്നാൾ കൊണ്ടാടിയിരുന്നത്. ദൈവജനം തങ്ങളുടെ എല്ലാ വിളവിന്റെയും ആദ്യ ഫലം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് പ്രത്യേക യാഗങ്ങൾ അർപ്പിക്കും. പുതിയ നിയമസഭയുടെ പിറന്നാൾ ദിനമാണ് പെന്തക്കോസ്ത് എന്ന് പറയാറുള്ളത്. യേശുവിന്റെ കൽപ്പന പ്രകാരം യെരുശലേമില് കാത്തിരുന്നതായിട്ടുള്ള ശിഷ്യർക്ക് ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവ് ലഭിച്ചതായ സുദിനം. പരിഭ്രമ ചിത്തരായിരുന്ന ശിഷ്യഗണത്തിന് വചനം പ്രഘോഷിപ്പാനായിട്ടുള്ള ശക്തി ലഭിച്ചത് ആത്മാവിന്റെ അഭിഷേകത്തിലൂടെയാണ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയില് പരിശുദ്ധാത്മാവ് എത്രമാത്രം പ്രാധാന്യമായിരുന്നുവോ അതുപോലെ തന്നെ സഭയുടെ ദൗത്യ നിർവഹണത്തിലും പരിശുദ്ധാത്മാവ് പ്രധാന പ്രചോദനവും പ്രേരണയുമാണ് നൽകുന്നത്. സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് പോലെ യേശുവിന്റെ മേൽ വന്നു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. ആത്മാവിന്റെ അഭിഷേകത്തെ പറ്റി നസ്രേത്ത് പ്രഖ്യാപനത്തിന് പറയുന്നുണ്ട്. ഇപ്പോഴിതാ അതേ ആത്മാവ് ശിഷ്യരെ ശക്തീകരിക്കുവാൻ, ലോകത്തിലെ തന്റെ ദൗത്യം തുടരുവാൻ അവരോടൊപ്പം വരികയാണ്. പരിശുദ്ധാത്മാവ് വരിക, സകല സൃഷ്ടികളെയും പുതുക്കുക അല്ലെങ്കിൽ രൂപാന്തരപ്പെടുക എന്ന ഈ പ്രാർത്ഥന യഥാർത്ഥത്തില് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവമായി തീരേണ്ടതായിട്ടുള്ള പ്രാർത്ഥനയാണ്. നിരന്തരം പുതുക്കപ്പെടുകയും നിരന്തരം പുതുക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന അവബോധത്തില് ജീവിക്കുകയും ചെയ്യുവാൻ നാം പ്രതിജ്ഞാബദ്ധരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപം ആകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് നിന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. റോമർ 12:1-2 വാക്യങ്ങൾ. മനസ്സ് പുതുക്കപ്പെടുമ്പോഴാണ് ജീവിതം പുതുക്കപ്പെടുന്നത് എന്ന സത്യം ഈ കാലത്ത് എല്ലാവരും തന്നെ അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണ്. നല്ല ചിന്തകള് മനസ്സിന്റെ പുതുക്കത്തിന് നമ്മെ ഏറെ സഹായിക്കുന്നതാണ്. നിരന്തരം ജീവിതം നവീകരിക്കപ്പെടേണ്ടതിനെ കുറിച്ച് മദർ തെരേസ പറഞ്ഞ വാക്കുകൾ ഈ തരുണത്തില് ഏറ്റവും ശ്രദ്ധേയമാണ്. ജീവിക്കുന്നിടത്തോളം കാലം ജീവിക്കുന്നു എന്ന് അറിഞ്ഞ് ജീവിക്കുക. ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഉപേക്ഷിച്ചുവെങ്കിൽ വീണ്ടും തുടങ്ങുക, നിർത്തരുത്. വിട്ടുകളയാൻ എല്ലാവരും ഉപദേശിക്കുമ്പോഴും നിർത്തരുത്, തുടരുക. നിന്നിലുള്ള ഇരുമ്പ് തുരുമ്പിക്കാൻ അനുവദിക്കരുത്.
മറ്റുള്ളവർക്ക് നിന്നോട് സഹതാപത്തേക്കാൾ ബഹുമാനം തോന്നാൻ കഴിയും വിധം വർത്തിക്കുക. പ്രായാധിക്യത്താൽ നിനക്ക് ഓടാൻ കഴിയുന്നില്ലെങ്കിൽ വേഗം നടക്കുക. വേഗം നടക്കാനാവുന്നില്ലെങ്കിൽ മെല്ലെ നടക്കുക. വേണമെങ്കിൽ ഒരു ഊന്നുവടിയും കയ്യിൽ എടുക്കുക. എന്നാലും അനങ്ങാതെ നിൽക്കരുത്. തളരാത്ത ഒരു മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രമേ ഇത്ര ഹൃദ്യമായ ഇങ്ങനെയൊരു ഉപദേശം നൽകുവാനായിട്ട് കഴിയൂ. വില്യം ബാർക്ലേയുടെ മാർച്ചിങ് ഓൺ എന്ന ധ്യാന പുസ്തകത്തിൽ ഇപ്രകാരം ഒരു സംഭവ കഥ ചേർത്തിട്ടുണ്ട്. ഒരു പിതാവും കുട്ടിയും കൂടി തങ്ങളുടെ വലിയ ദേവാലയത്തിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. പിതാവ് തൻ്റെ മകനോട് ആ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് താനും തൻ്റെ പിതാക്കന്മാരും സഹിച്ചതായിട്ടുള്ള യാതനകളെക്കുറിച്ചോ ചെലവഴിച്ച പണത്തിൻ്റെ ബാഹുല്യത്തെക്കുറിച്ചും വളരെ സമയം ആ കുട്ടിയോട് പറഞ്ഞ് കേൾപ്പിച്ചു. ചർച്ചിൻ്റെ മുൻപിൽ കൂടി പോകുന്ന റെയിൽവേ ലൈനിൽ കൂടി ഒരു ട്രെയിൻ അതിവേഗം പാഞ്ഞുപോയി. ഇത് കണ്ടതായുള്ള ആ കുട്ടി പറഞ്ഞത്, ട്രെയിൻ എഞ്ചിൻ ഈ ദേവാലയത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. ഇത് കേട്ട പിതാവ് കുപിതനായി ചോദിച്ചു, എന്താണ് കുഞ്ഞെ നീ അങ്ങനെ പറഞ്ഞത്? കുട്ടി പറഞ്ഞു, ട്രെയിൻ എഞ്ചിൻ ചലിക്കുന്നുണ്ട്, ആളുകളെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുന്നുണ്ട്, എന്നാൽ ഈ ദേവാലയം ചലിക്കുന്നില്ല. ചലനാത്മകതയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകതകളിൽ ഒന്ന്. ഒരു വിശ്വാസ സമൂഹത്തെ ദൗത്യത്തിനായിട്ട് സജ്ജമാക്കുക മാത്രമല്ല, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് അത് നമ്മെ നയിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം ചലനാത്മകമായ ജീവിതമാണ്. സ്വയം സൃഷ്ടിക്കുന്ന 4 അതിരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനുള്ളതല്ലാതെ യഹൂദന്മാരെ ഭയന്ന് വാതിലടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ മധ്യത്തില് യേശു വന്ന് നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവൻ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ നൽകി. തുടർന്ന് യേശു അവരോട് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇവിടെ പുറപ്പെട്ടു പോകുവാനായിട്ടുള്ള ആഹ്വാനമാണ് ഈ പെന്തക്കോസ്ത് ഞായറാഴ്ച നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ക്രിസ്തു ദൈവരാജ്യത്തിന്റെ ചലനാത്മകതയിലേക്കും പ്രവർത്തന മേഖലകളിലേക്കും ശിഷ്യരെ അയക്കുകയാണ്. പരിശുദ്ധാത്മാവിനുള്ള ജീവിതം അത് ഫലദായകമായ ജീവിതമാണ്. ഫലദായകത ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. പരിശുദ്ധാത്മാവെ വന്ന് സകല സൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തേണ്ടവേ. രൂപാന്തരം എന്നതായിട്ടുള്ള ആശയം പ്രകൃതിയുമായിട്ട് വളരെ യോജിച്ചു പോകുന്നതാണ്. ചരാചരങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കും. നിരന്തരം പുതുക്കപ്പെടുക എന്നത് ജീവനുള്ളതിൻ്റെ എല്ലാം സജീവ ലക്ഷണമാണ്. പ്രകൃതിയിൽ തന്നെ നമുക്കിത് ദിനംതോറും കാണുവാനായിട്ട് കഴിയും. ഓരോ പ്രഭാതവും പ്രകൃതിയെ പുതിയ സൃഷ്ടിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഓരോ ചെടിയിലും ഓരോ ദിവസവും പുതിയ തളിരുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഓരോ പുതിയ തളിരിലും ഓരോ പുതിയ പൂവിനാലും ഓരോ ചെടിയും ജീവന്റെ പുതുക്കത്തെയാണ് പ്രഘോഷിക്കുന്നത്. മനുഷ്യ ജീവിതം അങ്ങനെ തന്നെയാണ്. നിശ്ചലത മരണ ലക്ഷണമാണ്. ചലനാത്മകത ജീവനാണ്. എന്നാൽ ചലനാത്മകത സ്വാർത്ഥമാകുന്നത്, ചലനാത്മകത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോഴാണ്. ക്രിസ്തീയ ജീവിതം വെറുമൊരു ചലനാത്മകതയല്ല, പരിശുദ്ധാത്മാവിനാലുള്ള ചലനാത്മകതയാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ രൂപാന്തരത്തിൻ്റെ പ്രസക്തി എന്നും എക്കാലത്തും വളരെ വലുതാണ്. വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിക്കുന്ന പോരായ്മകൾ വിശ്വാസ ത്യാഗത്തിൽ വളരെ എത്തിച്ചേക്കാം. പല സ്വഭാവങ്ങൾ വ്യക്തിത്വങ്ങളെ വികലമാക്കുമ്പോൾ അതിനെല്ലാം രൂപാന്തരം സംഭവിക്കണം. കയ്യിൻ്റെ കൊലപാതക സ്വഭാവം, യാക്കോബിൻ്റെ ചതിക്കുന്ന സ്വഭാവം, ബിലയാമിൻ്റെ ധനമോഹം, ശൗലിൻ്റെ ക്രൂര സ്വഭാവം
എല്ലാം ചേർന്ന് മനുഷ്യൻ ക്രമം കെട്ട അനുഭവത്തിലാകുമ്പോൾ അവൻ വീണ്ടും ദൈവം ഉദ്ദേശിച്ചതായിട്ടുള്ള രീതി ക്രമത്തിലാകുവാൻ രൂപാന്തരം അല്ലെങ്കിൽ പുതുക്കം സംഭവിക്കണം. ഈ പറഞ്ഞ സ്വഭാവങ്ങൾ ചേർന്ന മനുഷ്യൻ ജാതികൾക്കിടയിൽ യഹോവയുടെ നാമം അശുദ്ധമാക്കി. എഹെസ്കേൽ 36-22 വാക്യത്തിൽ വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ അവിടെ അത് പറയുന്നു. ആ ജനത്തിന് രൂപാന്തരം സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എനിക്കും എന്നെ കേൾക്കുന്ന ഏവർക്കും ഈ രൂപാന്തരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏതെല്ലാം തരത്തിലാണ് രൂപാന്തരം വരേണ്ടത്? 3 രൂപാന്തരങ്ങൾ ജീവിതത്തിൽ വേണം. ഒന്ന്, ട്രാൻസ്ഫോർമേഷൻ ഇൻ ഹ്യൂമൻ റിലേഷൻസ്. രൂപാന്തരം മാനുഷിക ബന്ധങ്ങളിൽ വിള്ളൽ വീണിരിക്കുന്നു എന്ന് എല്ലാവരും സമ്മതിക്കും. മനുഷ്യനും പ്രകൃതിയും തമ്മിലും, മനുഷ്യനും ദൈവവും തമ്മിലും, മനുഷ്യനും തമ്മിലുള്ള ബന്ധം എല്ലാം ഊഷ്മളതയോ അല്ലാതായിരിക്കുന്നു. പ്രകൃതിയെ ക്രൂരമായി ചൂഷണം ചെയ്തത് മൂലം അത് മനുഷ്യന് വാസ്തവമല്ലാത്ത ഒരു ഗോളമായി മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ തിന്മകൾ വർദ്ധിച്ചത് ദൈവത്തിന് പോലും അസഹ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം മാറ്റമുണ്ടായേ പറ്റൂ. സാധാരണയുള്ള പ്രക്രിയ കൊണ്ട് മാറ്റം സുസാധ്യമല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ അതിന് എന്നും ആവശ്യമാണ്. ഇസ്രായേൽ ജനം ചിഹ്ന ഭിന്നമായതും അവരുടെ കഷ്ടതകളും എല്ലാം ദൈവം കാണുന്നുണ്ട്. ഇവർ ദൈവത്തിന്റെ നാമത്തിൽ പെന്തക്കോസ്ത് ആചരിക്കാൻ യെരുശലേമിൽ ഒരുമിച്ച് കൂടി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഇടിമുഴക്കത്തിന്റെ പിന്നണിയോടെ കടന്നു വന്നു. അഗ്നിജ്വാല പിളർന്ന നാവ് പോലെ ശിഷ്യരുടെ മേൽ പതിച്ചു. ആ വിശുദ്ധത കാരണം അവർ സ്വർഗത്തിലെ ഭാഷ സംസാരിക്കുവാനായിട്ട് തുടങ്ങി. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വിവിധ ദേശങ്ങളിൽ നിന്നും വന്ന ഏവർക്കും അത് മനസ്സിലായി. ഭാഷയാൽ ജനം ഒന്നിച്ചു. വിശ്വസിച്ചവരെല്ലാം ഒരുമിച്ച് ഇരുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന അനുഭവം ഉണ്ടാക്കി. പരിശുദ്ധാത്മാവ് സർവകാര്യങ്ങളിൽ ഒരുമിച്ച് എന്ന രൂപാന്തരം വരുത്തി. രണ്ടാമതായിട്ട് ട്രാൻസ്ഫോർമേഷൻ ഫോർ ഇറ്റേണിറ്റി, രൂപാന്തരം നിത്യതയ്ക്കായി. ഇസ്രായേൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. മിസ്രൈമിലായിരുന്നപ്പോൾ അടിമകളും അടിമ സ്വഭാവമുള്ളവരും ആയിരുന്നു, കണ്ടീഷൻ ബൈ സ്ലേവറി. എന്നാൽ ദൈവം അവരെ വീണ്ടെടുത്ത് വാഗ്ദത്ത ഭൂമിയിലേക്ക് നടത്തി. ഈ വാഗ്ദത്ത ഭൂമിയിലെത്തിയ ജനം ചെന്നുചേർന്ന ജനത്തിന്റെ ഇടയിൽ യഹോവയുടെ നാമം അശുദ്ധമാക്കി. എഹെസ്കേൽ 36-20 വാക്യം. അവർ വീണ്ടും പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. യഹോവയ്ക്ക് തന്റെ നാമത്തിന്റെ പുകഴ്ച വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ദൈവം കണ്ട മാർഗം ഇസ്രായേൽ ജനത്തിന് രൂപാന്തരം വരുത്തുക എന്നുള്ളതാണ്. ഈ രൂപാന്തരം ഇതുവരെയുള്ള ലഘുവായ രീതിയിലല്ല, ഒരു കടുത്ത ശസ്ത്രക്രിയ തന്നെ വേണം. ഒരു പുതിയ ഹൃദയം ദൈവം വെച്ചുപിടിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. പുതിയ ഹൃദയം ലഭിക്കുമ്പോൾ പുതിയ മനോഭാവം, ആ മനോഭാവത്തിന് ആറ്റിറ്റ്യൂഡിന് മാറ്റം വരും. പുതിയ ഹൃദയം എന്നാൽ പുതിയ മനോഭാവം എന്നാണ് അർത്ഥം. ദൈവം ജനത്തെ കനാനിൽ എത്തിക്കുമ്പോൾ പാലും തേനും ഒഴുകുന്ന സുഭിക്ഷതയുടെ അനുഭവം ആസ്വദിക്കുന്നതിൽ ജാഗരൂകരായിരിക്കും. തിന്മയോട് ആസക്തിയുള്ള ഹൃദയത്തിന് രൂപാന്തരം സംഭവിക്കണം. മനസ്സ് പുതുക്കുന്നതായ രൂപാന്തരമാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഒരു കഥ ഇങ്ങനെയാണ്. ഒരു സഭയിലെ ആരാധനാ മധ്യേ ഒരു വൃദ്ധ മാതാവ് എല്ലാ ആരാധനയിലും അവരുടെ പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ ചിലന്തി വലയെ അടിച്ചു കളയണമേ. ഈ പ്രാർത്ഥന എന്നും ആവർത്തിച്ചുകൊണ്ട് ഇരുന്നതിൽ അസ്വസ്ഥനായ ആ പുരോഹിതൻ
ഒരു ദിവസം ആരാധനാ മധ്യേ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ മാതാവിൻ്റെ ഹൃദയത്തിൽ വല നെയ്യുന്ന ചിലന്തിയെ കൊന്നുകളയണമേ. ഒരു പുതിയ ഹൃദയമാണ് നമുക്ക് ആവശ്യം. പുതിയ ഹൃദയം ലഭിക്കുക എന്നാൽ സ്വർഗീയ കനാലിൽ ഉറപ്പിക്കുന്ന അനുഭവമാണ്. അത് പ്രാപ്തമാക്കുവാൻ ദൈവത്തിൻ്റെ ശബ്ദത്തിന് സാധിക്കുകയുള്ളൂ. അതാണ് ഇന്നത്തെ സങ്കീർത്തനം 29 നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം പരിശുദ്ധാത്മാവായി ഇന്നും ശക്തമായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. നമ്മെ നിത്യതയിലേക്ക് നയിക്കുവാൻ, നമ്മിൽ രൂപാന്തരം വരുത്തുവാൻ ഇത് ഏറ്റവും ആവശ്യമാണ്. മൂന്നാമതായിട്ടും അവസാനമായിട്ടും ട്രാൻസ്ഫോർമേഷൻ ഫോർ പ്രോമിസ്ഡ് ലാൻഡ്, രൂപാന്തരം വാഗ്ദത്ത നാട്ടിലേക്ക്. ഈ ഭൂമിയിൽ വെച്ചുള്ള രൂപാന്തരം യഥാർത്ഥമാണോ എന്ന് അറിയുന്നത് വാഗ്ദത്ത നാട്ടിൽ എത്തുന്നത് യാഥാർത്ഥ്യമാകുമ്പോഴാണ്. ഈ ലോകത്തിൽ വലിയ അവകാശവാദങ്ങൾ നടത്തുവാൻ സാധിക്കും, പക്ഷേ നിത്യതയിൽ എത്തിച്ചേരുവാൻ ഉതകുന്ന യഥാർത്ഥ രൂപാന്തരം സംഭവിച്ചോ എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഒരു വ്യക്തി മരിച്ച ശേഷം സ്വർഗത്തിലോ നരകത്തിലോ പുനർജനിക്കും. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി തീർച്ചയായും അവരെ പിന്തുടരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപാന്തരം മൂലം എവിടെ എത്തിച്ചേരുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്നത്. പക്ഷേ കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്. അവര് പുതിയ ഹൃദയം പ്രാപിച്ചവരാണ്. അവർ കർത്താവിനോട് കൂടെ എന്നും നിത്യമായിട്ട് വാഴും. പരിശുദ്ധാത്മാവ് ദൗത്യ നിർവഹണത്തിനായിട്ട് സഭയെ സജ്ജരാക്കുകയാണ്. സാക്ഷികളാകുവാൻ ശക്തി ലഭിക്കുന്ന അനുഗ്രഹിത നിമിഷങ്ങളാണ് പെന്തക്കോസ്ത്. നാം മർത്യ ശരീരത്തിലായിരിക്കുമ്പോൾ ദൈവം തന്റെ ആത്മാവിനെ നമ്മിൽ പകർന്നിരിക്കുകയാണ്. അന്ത്യകാലത്തിലെ കാഹളം കേൾക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരം സംഭവിക്കുന്നു. ഈ രൂപാന്തരം അതൊരു അത്ഭുതമാണ്. നാം സ്വർഗീയ പ്രതിമ ധരിക്കണമെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ യഥാർത്ഥ രൂപാന്തരം പ്രാപിച്ചേ പറ്റുകയുള്ളൂ. ബന്ധങ്ങളിൽ രൂപാന്തരം പ്രാപിക്കണം. സൃഷ്ടിയുടെ സമയത്ത് ദൈവം നമ്മിൽ ഈ വചനം എഴുതിയപ്പോൾ പകർന്ന, യേശു തന്റെ ശിഷ്യന്മാർക്ക് പകർന്ന ആത്മാവ് നമ്മിൽ രൂപാന്തരം വരുത്തുമാറാകട്ടെ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പുത്തൻ ബോധ്യങ്ങൾ നമ്മെ തന്നെ നവീകരിക്കുവാനും സമൂഹത്തിൽ നാം ഓരോരുത്തരും ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുവാനും സഹായിക്കുന്നു. പരിശുദ്ധാത്മാവെ വരിക. ഈ വലിയ ദൗത്യത്തിനായിട്ട് ഞങ്ങളെ പുതുക്കുക, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തുക. കം ഹോളി സ്പിരിറ്റ്, ട്രാൻസ്ഫോം ദ ഹോൾ ക്രിയേഷൻ. പരിശുദ്ധാത്മാവെ വന്ന് സർവ സൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തണം. 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. 1, ട്രാൻസ്ഫോർമേഷൻ ഇൻ ഹ്യൂമൻ റിലേഷൻസ്, രൂപാന്തരം മാനുഷിക ബന്ധങ്ങൾക്ക്. 2, ട്രാൻസ്ഫോർമേഷൻ ഫോർ ഇറ്റേണിറ്റി, രൂപാന്തരം നിത്യതയ്ക്കായിട്ട്. 3, ട്രാൻസ്ഫോർമേഷൻ ഫോർ പ്രോമിസ്ഡ് ലാൻഡ്, രൂപാന്തരം വാഗ്ദത്ത നാട്ടിലേക്ക്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ഈ പെന്തക്കോസ്ത് നമ്മൾക്ക് ജീവിതത്തിൽ രൂപാന്തരം വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും മാനവമഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കാം. മുഖ്യ വിശ്വാസ പ്രമാണ വാക്കുകളിലൂടെ. സർവശക്തിയുടെ പിതാവുമായ ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള സകലത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ഏകകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവർ സർവ്വലോകങ്ങളുടെ പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവരുണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകപുത്രനുള്ളവൻ. അവനാണ് സർവ്വമുണ്ടായി. അവൻ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ ജനമെല്ലാം ധരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, വളർത്തപ്പെട്ടു, തിരുവഴുത്ത് പ്രകാരം സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു.
ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അനുസരിക്കുന്നു. ജീവനും ഞാൻ കാത്തിരിക്കുന്നു. നോട്ടീസായിട്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. കഴിഞ്ഞ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നടത്തപ്പെട്ട ചെയിൻ തലകളിൽ പങ്കെടുത്തവരോടുള്ള നന്ദി അറിയിക്കുന്നു. തങ്ങളുടെ ഭവനങ്ങളിലിരുന്ന പ്രാർത്ഥനയോട് ഭയഭക്തിയോടുകൂടെ ഈ ആരാധനയിൽ പങ്കുചേർന്നവരോടും ആരാധനയ്ക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്ത് ദിനത്തിൽ നമുക്ക് ആവശ്യമായുള്ള വചനം നൽകിയ അനുഗ്രഹപ്രദമായുള്ള ദൈവവചന പ്രഘോഷണം നടത്തിയ ഏറെ ബഹുമാനീയനായ എബ്രഹാം ഗുരു അച്ഛനോടുള്ള നന്ദിയും പ്രത്യേക ഇടവേള പേരിൽ അറിയിക്കട്ടെ. കിറ്റിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അനൗൺസ് ചെയ്തിരുന്നല്ലോ. ഒന്നാം ഘട്ടത്തിൽ 75 കുടുംബങ്ങൾക്ക് നൽകി. രണ്ടാം ഘട്ടം കിറ്റ് 150 കിറ്റ് ലഭിച്ചിട്ടുണ്ട്. നാളെ മുതൽ അത് വിതരണം ചെയ്യുന്നതാണ്. മൂന്നാം ഘട്ടത്തോടുകൂടെ നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഇത് ലഭ്യമായി തീരും എന്ന് പ്രതീക്ഷിക്കുന്നു. ജന്മദിനവും വിവാഹവാർഷികവും ദശാംശവും ഈ കവറുകൾ നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിക്കും. ബഹുമാനപ്പെട്ട കപ്പിയാർ വശമോ നേരിട്ടോ ട്രഷാറിൻ്റെ പക്കലോ ഇത് തിരികെ നൽകണം എന്നും അറിയിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നടത്തപ്പെട്ട ആരാധനയിലൊക്കെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച എല്ലാവരോടും കിറ്റിന് വേണ്ട സാമ്പത്തിക സഹായം നൽകിയവരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. ലോക്ക്ഡൗൺ തീരുന്നത് വരെ ഈ തരത്തിലുള്ള പ്രത്യേക ആരാധനകൾ നടത്തപ്പെടും. തുടർന്ന് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. ഈ ആഴ്ച ജന്മദിനവും വിവാഹ വാർഷികം ആഘോഷ പേരുകൾ വായിക്കട്ടെ. ജന്മദിനം ആഘോഷിച്ചവർ: TC ജോർജ് പെരുങ്കുഴി ഓണമ്പടിൽ, നിയ ആൻഡ് നൈനൻ കലാഭവനം, മറിയം അച്ചു നൈനൻ തെങ്ങൽമലയിൽ, അച്ചാമ്മ ജോർജ് മാത്യു പൂമൂട്ടിൽ വട്ടപ്പറമ്പിൽ, മേരി ശങ്കുവർ കുഴിപ്പറമ്പിൽ, സിജോ ജേക്കബ് പൂമൂട്ടിൽ, KE സുനിൽ കുഴിയമ്പലത്ത് മലയിൽ, ഓമന ചെറിയൻ കുമ്മമ്പുഴ ചെരുവിൽ, ബ്ലെസി തോമസ് താഴമുട്ടത്ത്, അനിയൻ K ജോർജ് കിടായിക്കുഴി, റിബേക്ക ജോൺ പൂവന്തറയിൽ, ജ്യോതിസ് തോമസ് പള്ളത്ത് കിഴക്കതിൽ, റാണി റജി മണലൽ ഗ്രേസദനം, റോസമ്മ നേനൻ വലിയതറയിൽ, ഷെറിൻ ചാക്കോ തെങ്ങുവിളയിൽ, ലിൻസ മേരീഷിൽ കടന്നത്തറയിൽ, ഈശോ വർഗീസ് തെറ്റിക്കുഴി തെക്ക് കിഴക്ക്, മാത്യു സെത്ത് കുന്നുംപുറത്ത് തുമ്പുങ്കൽ, ഗെറ്റി തോമസ് ചിറ്റഴത്ത് പള്ളത്ത്, എലിസബത്ത് മത്തായി മയ്യത്തറ, റേച്ചൽ കോശി ചേരിത്തുണ്ടിൽ, സുജാ ഷിബു കണിയാന്തറയിൽ, ജോഷുവ വർഗീസ് തയ്യൽ പുത്തൻവീട്, തോമസ് ചെറിയാൻ ചാണ്ടി ചെങ്കൽമോടിയിൽ നമ്പർ 1, ബാബു ചാണ്ടി കൊച്ചുകുഴി പറമ്പിൽ, ലതാ തോമസ് പാഴവലിൽ തോമസ് വില്ല, മേലുകുട്ടി കോശി ആശാര്യത്തിൽ നമ്പർ 5, ലിജോ പി സാം മേലേമഠം, അച്ചാമ ഈപ്പൻ ആശാര്യത്ത്, നെവിൻ പി വർഗീസ് വലിയതറ മലയിൽ, റജി കുരുവിള ചിറപ്പറമ്പിൽ പുത്തൻവീട്, മാത്യു രാജൻ പാലേക്കണ്ടത്തിൽ, ജിഷ ജോൺ ചെറിയപ്പറമ്പിൽ കിഴക്ക്, ബിജി BC വാഴൂരിൽ വടക്കതിൽ മലയിൽ, ബിന്ദു വർഗീസ് വലിയതറയിൽ, മത്തായി എൻ ചാണ്ടി ആര്യമുട്ടിൽ ശിജിവില്ല, ലിദിയ എലിസബത്ത് റെനി തുതിക്കാട്ട് വെങ്ക്ലോ, പൊന്നമ്മ എബ്രഹാം പടിപ്പരയ്ക്കൽ പടിയിച്ചതിൽ, വിനീത് ഉമ്മൻ പുതിയിടത്ത്, അനു സെസിൽ കുമ്മമ്പുഴ മലയിൽ, സോണി KG അനുഗ്രഹ, അമ്പണി തോമസ് കാഞ്ഞിരക്കൽ പള്ളം, PJ ഇടുക്കട പെരുങ്കുഴി കിഴക്കതിൽ സുബിൻവില്ല, ജോർജ് പോത്തൻ ചേനത്ര, മാത്യു കാട്ടൂർ, ജേക്കബ് നൈനാൻ പൂവന്തറയിൽ, ലിബു ഉമ്മൻ ജോൺ മല്ലേവീട്ടിൽ, ബിജു T വർഗീസ് പിജിൻവില്ല,
അനീഷ് നൈനാൻ പൂവത്ര ഗ്രേസ്വില്ല, PK വർക്കി പടിപ്പുരയ്ക്കൽ ചെറുതില്ല, റിയ മറിയം സെനു പുഴിയമ്പലത്ത്, ഷൈനി സുനിൽ പുഴിയമ്പലത്ത് മലയിൽ, ഹെലൻ മാത്യു ആഞ്ഞിലവിളയിൽ ജയരാജ് വില്ല, ജെയ്ഡൻ നൈനാൻ ജിം പള്ളത്ത് കിഴക്ക് JJ വില്ല. വിവാഹ വാർഷികം ആഘോഷിച്ച കുടുംബങ്ങൾ: മിസ്റ്റർ ആൻഡ് മിസസ് AC വർഗീസ് ആണ്ടിയത്ത് മലയിൽ, മിസ്റ്റർ ആൻഡ് മിസസ് കുര്യൻ തോമസ് പള്ളത്ത് ഗ്രേസ് വില്ല, മിസ്റ്റർ ആൻഡ് മിസസ് റോയ് തോമസ് ചെറിയാൻ കുമ്പമ്പുഴ ചെരുവിൽ, മിസ്റ്റർ ആൻഡ് മിസസ് എബി ചെറിയാൻ ആര്യാട്ട് പുത്തൻവീട്, മിസ്റ്റർ ആൻഡ് മിസസ് MV ജോർജ് മങ്ങാട്ട് ഫെൺഹിൽ, മിസ്റ്റർ ആൻഡ് മിസസ് ജോളി ചെറിയാൻ കാട്ടൂർ, മിസ്റ്റർ ആൻഡ് മിസസ് TK വർക്കി പടിപ്പുരയ്ക്കൽ ചെറുവില്ല, മിസ്റ്റർ ആൻഡ് മിസസ് കുര്യൻ B ഇബ്രഹാം അനുശോഭനം, മിസ്റ്റർ ആൻഡ് മിസസ് ജോൺ ഫിലിപ്പ് ചെറിയപ്പറമ്പിൽ, മിസ്റ്റർ ആൻഡ് മിസസ് ബിനോ നൈനാൻ പുതിയടത്ത്, മിസ്റ്റർ ആൻഡ് മിസസ് ഉമ്മൻ മണലൽ ജോസഫില്ല, മിസ്റ്റർ ആൻഡ് മിസസ് പോത്തൻപി ചാണ്ടി പല്ലോനിപ്പറമ്പിൽ മോഹൻവില്ല, മിസ്റ്റർ ആൻഡ് മിസസ് തോമസ് ഇബ്രഹാം പടിപ്പുരയ്ക്കൽ, മിസ്റ്റർ ആൻഡ് മിസസ് MV മാത്യു മങ്ങാട്ട് ജ്യോതിവില്ല, മിസ്റ്റർ ആൻഡ് മിസസ് ലിജോ മാത്യു മണലൽ വീട്, മിസ്റ്റർ ആൻഡ് മിസസ് ജേക്കബ് ജോർജ് വെട്ടിവടക്കൽ, മിസ്റ്റർ ആൻഡ് മിസസ് സിസിൽ കുര്യൻ കുരുവിള കുമ്മമ്പുഴ മലയിൽ, മിസ്റ്റർ ആൻഡ് മിസസ് ആഷിഷ് M ചെറിയാൻ ആഷിഷ് ഭവൻ, മിസ്റ്റർ ആൻഡ് മിസസ് ജോർജ് കണിയന്തറയിൽ, മിസ്റ്റർ ആൻഡ് മിസസ് TM മാത്യു തുതിക്കാട്ട മലയിൽ, മിസ്റ്റർ ആൻഡ് മിസസ് KT തോമസ് കൊച്ചുവാവ് നിൽക്കുന്നത്, ആൻഡ് മിസ്റ്റർ ആൻഡ് മിസസ് ജോസി ഉമ്മൻ മണല് ജോസി വില്ല. ഇവരെ ഓർത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവനത് പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കഴിക്കും. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ്റെയും ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും ഉടയവനായ ദൈവമേ, ഒരു വർഷം കൂടി ലോകത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം നിന്റെ മക്കൾക്ക് നൽകിയതിനായി സ്തോത്രം. ജന്മദിനം ആഘോഷിച്ച എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ നിന്റെ നന്മകൾ തുടർന്നും നൽകണമേ. വിവാഹ വാർഷികം ആഘോഷിച്ച നിന്റെ മക്കൾക്കായിട്ട് സ്തോത്രം. കുടുംബജീവിതത്തിൽ ഒരു വർഷം കൂടെ പിന്നീട് വരെ അവരെ ഒരിക്കലും കർത്താവെ അവരുടെ കുടുംബജീവിതം നേരെ ധന്യമാകുവാൻ, അനുഗ്രഹമാകുവാൻ, സന്തോഷകരമായി തീരുവാൻ ഇന്ന് ഈ കൃപ ചെയ്യണമേ. അവർക്ക് ധാരാളമുള്ള മക്കളെയും കൊച്ചുമക്കളെയും അവർ ആശീർവദിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പസമയം വേർതിരിക്കാം. നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കുക. ഒരു മാസത്തിൻ്റെ അവസാനത്തെ വിശുദ്ധ ദിവസത്തിൽ പെന്തക്കോസ്ത് ദിനമായിട്ട് ആഘോഷിക്കുന്ന ഈ ഞായറാഴ്ചയിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഭവനങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം അവസരമൊരുക്കിയതിനായി സ്തോത്രം കരയട്ടെ. പഴയ നിയമത്തിൽ ഭാഷ ചിതറിക്കപ്പെട്ടു എങ്കിലും പുതിയ നിയമത്തിൽ ഭാഷയുടെ ഏകീകരണം നാം കാണും. പരിശുദ്ധാത്മാവെ വന്ന സകല സൃഷ്ടിയെ പുതുക്കണമേ എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവജനം നാം ശ്രമിച്ചു. നമ്മുടെ എല്ലാ മേഖലകളിലും ഒരു പുതുക്കം ആവശ്യമാണ്. ബന്ധങ്ങളിൽ, മാനുഷിക ബന്ധങ്ങളിൽ പുതുക്കം ആവശ്യമാണ് എന്ന് നാം കേട്ടു. നിത്യതയിലുള്ള യാത്രയിൽ ദിനംതോറും നാം പുതുക്കപ്പെടേണ്ടതാണ് എന്ന് നാം കേട്ടു. മാത്രമല്ല, വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണം അതും ഒരു പുതുക്കത്തിൻ്റെ അനുഭവമാണ്. ദൈവാത്മാവാണ് നമ്മെ പുതുക്കുന്നത്. ആത്മാവ് നമ്മൾ ഇടപെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെയും ലോകരാഷ്ട്രങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദിനംതോറും കൊറോണ വൈറസ് വർദ്ധിച്ചു വരുന്നു. രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. മരണസംഖ്യ ഉയരുന്നു. ദൈവം ഇടപെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് ഒരു വാക്സിൻ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ
ഈ രോഗത്തിന് ശമനം ഉണ്ടാകുകയുള്ളൂ. പല രാജ്യങ്ങളിൽ പരീക്ഷണശാലകളിൽ അതിനുള്ള സാധ്യതകൾ തേടുന്ന ഈ കാലഘട്ടത്തിൽ അവർ പ്രയത്നങ്ങളെ ദൈവം മാനിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാടവയെ ഓർക്കാം, മഹാട അധ്യക്ഷനെയും മറ്റു ചുമതലപ്പെട്ടവരൊക്കെ ഓർക്കാം. എല്ലാ സഭാജനങ്ങളെയും സഭാപ്രവർത്തകരെയും വൈദികരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് നമ്മുടെ ദൈവജനം പ്രഘോഷിച്ച പ്രിയപ്പെട്ട എബ്രാഹിം ഓർത്ത് സ്തോത്രം കരേറ്റാം. ചാണ്ടി ജോസഫിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവേള മറ്റെല്ലാ വൈദികരെയും സുവിശേഷമായി പ്രദേശത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഓർത്ത് നമുക്ക് സ്തോത്രം കരേറ്റാം. ദൈവം തരുന്ന ആയുസ് കർത്താവിന് വേണ്ടി ഓടുവാൻ, നാം കേട്ടതുപോലെ ദൈവാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിതയാത്ര നിർമ്മിക്കൽ തുടരുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് മൗനമായി നമ്മെ തന്നെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെ ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളെയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുൻപാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകൾ മനസ്സിലുണ്ടായി. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. അപ്പം തുറക്കൽ ശുശ്രൂഷ. ഇതാ സഹോദരന്മാരെ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. സമാധാനത്തിന്റെ അടയാളമായ കൈസൂരി നമുക്ക് സ്വീകരിക്കാം. ഹേ ദാഹിക്കുന്നോർ വരുവേൻ ജീവ ഉറവെങ്കൽ. കീർത്തനം 332. Jehovah.
പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരമായ ഉഗ്രാൻ ഞങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതെല്ലാം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങേക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളെയും ഈ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിന് ഉപയോഗിക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ ശിഷ്യന്മാർ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകമായ കലാവസാനം കൂടെ ജീവിച്ചു വാഴ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നതിനായോ ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയും ആകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം തന്നെ അവന്റെ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി ശിഷ്യന്മാരെ ഉപദേശിക്കുവാനും സകല സത്യത്തിലേക്കും അവരെ വഴി നടത്തുവാനും അവരുടെ മേലിരിക്കുകയും സകല ജാതികളോടും നിരന്തരമായി സുവിശേഷം പ്രസംഗിക്കുവാൻ അവർക്ക് ഭാഷാപരവും ഉജ്ജ്വല തീക്ഷ്ണതയോടുകൂടിയ ധൈര്യവും നൽകി. അതുകൊണ്ട് സൈനികളുടെയുമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശഭൂമിയിൽ മാത്രം നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മാത്രം ചൊല്ലിയും നിന്റെ മാത്രം നാമത്തെ പൂഴ്ത്തിയും മാത്രപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവരെ പരിപാലിക്കുന്നതിന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളെ സ്തുതി. പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആദര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശന്മേൽ മരണവനേൽപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ തന്റെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായും മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തി തികയ്ക്കുകയും ഞാൻ വീണ്ടും വരുവോളം തന്റെ വലിയൊരു മരണത്തെക്കുറിച്ച് ഇടവിടാതെ ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണം എന്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താനൊറ്റിക്കെടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി എൻ്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകും. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. താഴം കഴിഞ്ഞതിന് ശേഷം പ്രകാരം തന്നെ അവൻ പാനപാത്രമെടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ആമോചനത്തിനായി ചൊല്ലപ്പെടുന്ന ദൈവത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആമേൻ. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ ഉയർപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനെ കാത്തിരിക്കുന്നു. നിനക്ക് മാത്രം ഉണ്ടാകട്ടെ. പിതാവേ, ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസനായ ഞങ്ങളിൽ ഇത് ചെയ്യുന്നു. പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയുമാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്ന. അങ്ങനെ യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ചു. ഞങ്ങളുടെ തലയാകുന്നവെങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായ അവനോടുകൂടിയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ
സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. ദൈവസന്നിധിയിലെ നമ്മുടെ ഹൃദയങ്ങളെ പകരുന്ന നിമിഷങ്ങളായി തീരട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിന്റെ എപ്പോഴും കണ്ടയിൽ സ്വഭാവം തന്നെയാകുന്നു. അതുകൊണ്ട് ആത്മാക്കളും നാം നുറുക്കുന്നയപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ലോകത്തിന്റെ ദൈവത്തിന്റെ കുഞ്ഞാടേ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ലോകത്തിന്റെ ദൈവത്തിന്റെ കുഞ്ഞാടേ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ലോകത്തിന്റെ ദൈവത്തിന്റെ കുഞ്ഞാടേ സമാധാനം നൽകണമേ. ജീവന്റെ പോവായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം, സത്യമുദ്രയിലായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ സാക്രമെന്റ് വിശ്വാസത്താൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സർവ്വസ്തുതാവേ, നിന്റെ മക്കളായി നിശ്ചയിച്ചിരിക്കുന്നതല്ലോ അവന്റെ മഹാവിലെ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോട് പരിശുദ്ധാത്മാവോടുകൂടെ ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവുമുണ്ടായിരിക്കട്ടെ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോവുകയും ധൈര്യപ്പെട്ടിരിപ്പീൻ. തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിപ്പീൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ ഇരിക്കുകയും മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവരെ സഹായിക്കുകയും ചെയ്യുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉല്ലസിച്ചും കൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയും ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.